തലസ്ഥാനത്തെ കുടിവെള്ള പ്രശ്നത്തിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് മഹിളാ കോൺഗ്രസ്. ഇപ്പോൾ നഗരസഭാ കാര്യാലയത്തിന് മുമ്പിലുള്ള പ്രതിഷേധത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എ വി ജയശങ്കർ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജയശങ്കർ, നേരത്തെ സമാധാനപരമായ പ്രതിഷേധമായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് ജയശങ്കർ? തലസ്ഥാനത്തെ കുടിവെള്ള പ്രശ്നത്തിൽ പ്രതിഷേധിച്ച് നഗരസഭയിലേക്ക് മഹിളാ കോൺഗ്രസ് മാർച്ച് നടക്കുകയാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ഇന്ന് പകൽ മുഴുവൻ വലിയ രീതിയിലുള്ള പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. തലസ്ഥാനത്തെ കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട് 4 ദിവസമായി കുടിവെള്ളമില്ലാതെ വലയുന്ന നഗരവാസികൾ, അവരുടെ ദുരിതം. അതിനിടയിൽ ഇപ്പോൾ പമ്പിംഗ് ആരംഭിക്കാൻ പോകുന്നു. കുടിവെള്ളം ഏതാണ്ട് അരമണിക്കൂറിനകം ആളുകൾക്ക് മുമ്പിലേക്ക് എത്തും എന്നുള്ള വിവരമൊക്കെ പുറത്തു വരുന്നുണ്ട്. അതിനിടയിലാണ് ഈ പ്രതിഷേധം ശക്തമാകുന്നത്. തലസ്ഥാനത്തെ കുടിവെള്ള പ്രശ്നത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് നഗരസഭയിലേക്ക് മഹിളാ കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധ മാർച്ചിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പോലീസുമായി അവിടെ പ്രവർത്തകരുടെ വാക്കേറ്റമുണ്ടാകുന്നു. എ വി ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജയശങ്കർ, വിവരങ്ങൾ എന്താണ് ജയശങ്കർ? ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ജയശങ്കർ, കേൾക്കാമോ ജയശങ്കർ? മാർച്ച് ഒരു സംഘർഷത്തിലേക്ക് കടക്കുകയാണ്. ഈ പ്രവർത്തകരും മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും ഈ പോലീസും തമ്മിൽ ചെറിയൊരു ഏറ്റുമുട്ടലുണ്ടായി. ഈ ഒരു പ്രവർത്തക ഈ ഗേറ്റ് ഉള്ളിലേക്ക് കടക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് അങ്ങോട്ടെത്തി. ഇതിന് പിന്നാലെയാണ് ഇവിടെ ചെറിയൊരു സംഘർഷം ഉണ്ടായത്. പോലീസ് ഈ പ്രവർത്തകരെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. ഇതിനിടയിലാണ് ഈ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ചെറിയ വാക്കേറ്റമുണ്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ പിടിച്ചു തള്ളുകയും മറ്റും ചെയ്തു. ഇപ്പൊ നിലവിൽ ഈ കോൺഗ്രസിന്റെയും മറ്റും മുതിർന്ന ചില നേതാക്കളെത്തി ഈ സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ അപ്പോഴും അവർ മേയറുടെ രാജി ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ട് മേയർക്കെതിരെ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തങ്ങൾക്ക് നീതി ലഭിക്കാതെ പോകില്ലെന്നും പറയുന്നു. എന്തായാലും വനിതാ പോലീസുകാരുടെ ഉൾപ്പെടെ വലിയൊരു സംഘത്തെ പോലീസ് ഇതെല്ലാം നേരത്തെ കണ്ടുകൊണ്ട് ഇവിടെ വിന്യസിച്ചിരുന്നു. എന്തായാലും നിലവിൽ ഈ സംഘർഷ സാധ്യത ഒഴിഞ്ഞിട്ടുണ്ട്. ഇവർ പോലീസിന് നേരെ ഉൾപ്പെടെ തങ്ങളുടെ രോക്ഷം പ്രകടിപ്പിക്കുന്നൊരു അവസ്ഥയാണ് കുറച്ചു മുമ്പ് നമ്മൾ കണ്ടത്. എന്തായാലും ഈ കുടിവെള്ളം കിട്ടാത്തതിലെ വീട്ടമ്മമാരുടെ ഒരു പ്രതിഷേധമാണ് നമ്മളിവിടെ കണ്ടത്. എന്തായാലും ജയശങ്കറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.